ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ജ്ഞാനജിജ്ഞാസുക്കൾക്ക് വിനീത നമസ്കാരം. വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനി നാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന മഹത് ഗ്രന്ഥം വായന തുടരുകയാണ്. പാഠം 20 അഹിംസ. ഗുരുജി പ്രണാമം. ഹരി, ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ശരിയാണ്. എന്നാലും പലരുടെയും വിചാരം മറ്റെന്തോ ആണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ്. ഏതിനെയും ഇഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് ആനന്ദം തരും എന്നുള്ളത് കൊണ്ടാണ്. ആനന്ദം ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ ഉള്ളിലാണ് താനും. അതുകൊണ്ട് അതിനെ ആത്മാനന്ദം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആത്മാവിനർത്ഥം ഞാൻ എന്നാണ്. അതായത് ഈ ആത്മാനന്ദമാണ്, അഥവാ ആത്മാവ് തന്നെയാണ് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ ആത്മാവിനോടുള്ള പ്രിയമാണ് ഏതിനെയും പ്രിയപ്പെട്ടതാക്കി തീർക്കുന്നത്. ഇത് ബൃഹദാരണ്യോപനിഷത്ത് എന്ന ഏറ്റവും വലിയ ഉപനിഷത്ത് നൽകുന്ന മുഖ്യമായ ഒരു പാഠമാണ്. താൻ തന്നെ തന്നെ അഥവാ ആത്മാവിനെ തന്നെ വേണ്ടവണ്ണം അറിഞ്ഞു കഴിയുമ്പോൾ അതെങ്ങനെയുള്ള അറിവായിരിക്കും? അത് ഒരു തിര താൻ കടലിൽ നിന്ന് വേറല്ല, കടൽ തന്നെയാണ് എന്നറിയുന്നത് പോലെ ആയിരിക്കും. തന്നിൽ സത്യമായിരിക്കുന്നത് കടൽ തന്നെയാണെന്ന് തിരയറിയും. അതുപോലെ ഞാനും പരമമായ ഏകസത്യം തന്നെയാണെന്ന് കണ്ടെത്തും. ആ സത്യത്തെ ഈ ഉപനിഷത്തിന്റെ തുടക്കത്തിൽ എന്താണ് വിളിച്ചത്? ഈശനെന്ന്. താൻ ആ ഈശന്റെ ഒരംശം തന്നെയാണെന്നും ഈശൻ തന്നെയാണെന്നും അതിൽ നിന്ന് വേറെയായി ഒന്നും എവിടെയും ഇല്ല എന്നും കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞു. അതായത് താൻ സത്യം കണ്ടെത്തി കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും ആ സത്യത്തിൽ നിന്ന് വേറല്ല എന്നും കണ്ടെത്തും. അതായത് തന്നിൽ നിന്ന് വേറായി ഒരു സത്യമില്ല എന്ന്. ശരിയാണ്. അപ്പോൾ തനിക്ക് മറ്റുള്ളവയായി കാണപ്പെടുന്നതിനോട് തോന്നുന്ന മനോഭാവം എന്തായിരിക്കും? അവയും ഞാൻ തന്നെയാണെന്ന്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അപ്പോ സകലതിനെയും സ്നേഹിക്കും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഞാൻ തന്നെ. സകലതിനെയും താൻ തന്നെയായി കാണുമ്പോൾ, അതായത് സത്യമാകുന്ന കടലായി കാണുമ്പോൾ തനിക്ക് തന്നോട് തോന്നുന്ന പ്രിയം സകലതിനോടും തോന്നുമല്ലോ. സ്വാഭാവികമായും തോന്നും. ഇതാണ് ഉപനിഷത്തിലെ അടുത്ത 2 മന്ത്രങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ മന്ത്രങ്ങൾ എങ്ങനെയാണ്? ഇത് ഉപനിഷത്തിലെ 6ഉം 7ഉം മന്ത്രങ്ങളാണ്. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ ക ശോകഃ ഏകത്വമനുപശ്യത. ഈ മന്ത്രങ്ങളുടെ അർത്ഥം സമസ്ത ഭൂതജാലങ്ങളെയും തന്നിലും അഥവാ ആത്മാവിലും തന്നെ അഥവാ ആത്മാവിനെ സകല സർവഭൂതജാലങ്ങളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിന്ദിക്കപ്പെടേണ്ടതായി ഒന്നുമില്ല. എപ്പോഴാണോ ജ്ഞാനിയായി കഴിഞ്ഞിരിക്കുന്നവന് സകല ഭൂതജാലങ്ങളും താനായി തന്നെ തീരുന്നത്, ഏകത്വത്തെ മാത്രം നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്
എന്ത് മോഹമുണ്ടാകാനാണ്, എന്ത് ശോകമുണ്ടാകാനാണ്? ശോകവും മോഹവും ഉണ്ടായിരിക്കുകയേയില്ലെന്നർത്ഥം. നാരായണ ഗുരു എങ്ങനെയാണ് ഇത് മലയാളത്തിലേക്ക് ആക്കിയത്? സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തുള്ളു നിന്ദ്യമായി. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. അന്നേതു മോഹം, അന്നേതു ശോകം ഏകത്വദൃക്കിന്. ഈ വരികളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അറിവ് കൈവന്ന ഒരാൾക്ക് മറ്റുള്ളവയോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന മനോഭാവം എങ്ങനെയുള്ളതായിരിക്കും? ഞാൻ ഈ അറിവുള്ളവനായാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ സകലതിനെയും സ്നേഹിക്കും. യേശുക്രിസ്തു നൽകുന്ന മഹത്തായ ഒരു ഉപദേശം ഇതാണെന്നറിയാമോ? അറിയാം. സ്വർഗസ്ഥനായ നിന്റെ പിതാവിനെ പൂർണ്ണശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് യേശുവിന്റെ അതിപ്രധാനമായൊരു സൂക്തമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഭിന്ന മതങ്ങൾ അന്തിമമായി പഠിപ്പിക്കുന്നത് ഒരൊറ്റ സത്യം തന്നെയാണെന്ന്. എന്നിട്ടും മതവിശ്വാസികൾ അവരുടെ മതം മറ്റു മതങ്ങളെക്കാൾ കേവലമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തമ്മിൽ പോരടിക്കും. ഇതെന്തൊരർത്ഥമില്ലാത്ത കാര്യമാണ്. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന സതുപദേശം എല്ലാ മതങ്ങളും നൽകുന്നുണ്ട്. എന്നാലും അത്തരമൊരു ഉപദേശം ഉപനിഷത്തുകളിലെങ്കും കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രത്യേകതയെ ഹിന്ദുമതത്തിന്റെ ഒരു പോരായ്മയായി കാണണമോ? അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രത്തിൽ പറഞ്ഞില്ലേ, തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണുന്നവർക്ക് ഒന്നിനെയും വെറുക്കാനോ നിന്ദിക്കാനോ കഴിയില്ലെന്ന്. കണ്ടു എന്ന് തന്നെയല്ല, തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണുമ്പോൾ തന്നെ സ്നേഹിക്കുന്നത് പോലെ സകലതിനെയും സ്നേഹിച്ചു പോകും. സ്നേഹിക്കണമെന്ന് മറ്റാരും ഉപദേശിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള അറിവിന്റെ ഔന്നത്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്നേഹിക്കണം എന്ന ഉപദേശം ഉപനിഷത്തുകൾ നേരിട്ട് നൽകാത്തത്. സ്നേഹിക്കണമെന്ന ഉപദേശം വേണ്ടത് ആ അറിവില്ലാത്തവർക്കാണ്. ആ അറിവില്ലാതെ ജീവിക്കണമെന്നല്ല, ആ അറിവുണ്ടായി ജീവിക്കണം എന്നാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു പോരായ്മയല്ലാത്തത്. മാത്രമല്ല, സത്യത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഉള്ളിലുണ്ടാക്കുക മാത്രമല്ല ഉപനിഷത്തുകളുടെ ലക്ഷ്യം. ആ സത്യമനുസരിച്ച് അഥവാ ആ സത്യത്തിന്റെ അംശമായി നമ്മൾ ജീവിക്കുകയും വേണം. അപ്പോൾ സ്നേഹിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്റെ വിശപ്പടക്കാൻ വേണ്ടി ഏതെങ്കിലും ജീവിയെ കൊന്നു തിന്നാൻ തനിക്ക് തോന്നുമോ? തോന്നുകയില്ല. എന്തുകൊണ്ട്? കാരണം എനിക്ക് ഞാൻ വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സകലതും എനിക്ക് പ്രിയപ്പെട്ടതാണ്. സ്വയം മരിക്കാനോ മറ്റാരെങ്കിലും എന്നെ കൊല്ലാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയായ മറ്റു ജീവികളെയും എനിക്ക് കൊല്ലാനാവുകയില്ല. മറ്റു ജീവികളെ ഞാൻ കൊല്ലുന്നത് ഞാൻ എന്നെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. താൻ പറഞ്ഞ ഇക്കാര്യം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് അഹിംസ എന്ന് നമ്മൾ നേരത്തെ വിളിച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതായത് അഹിംസ പാലിക്കുന്നത് നമ്മുടെ സത്യാവബോധം
യഥാർത്ഥ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിന്റെ ലക്ഷണം മാത്രമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് ആഹാരമായി കഴിക്കാൻ സാധിക്കുന്നത് ജീവിവർഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ജീവിക്കുന്നവയിൽ നിന്നല്ലാതെ അത് കിട്ടുകയുമില്ല. അപ്പോൾ അഹിംസ കൂടാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഇത് വളരെ ഗൗരവമുള്ള ഒരു സംശയമാണ്, പ്രസക്തവുമാണ്. ഒരു കാര്യം ഓർക്കണം, സ്നേഹം ഉള്ളിലുദിക്കുന്നത് നമ്മുടെ യുക്തിവിചാരത്തിന്റെ ഫലമായിട്ടല്ല. അത് ഉള്ളിലുണ്ടാകുന്ന ഒരു വൈകാരിക ഭാവമാണ്. ആഹാരത്തിനു വേണ്ടി ഒരു പശുവിനെയോ ആടിനെയോ കോഴിയെയോ കൊല്ലുമ്പോൾ കൊല്ലുന്നയാളിന് ഉള്ളിലുണ്ടാകുന്ന വൈകാരിക ഭാവമാണോ ഒരു ചീര മുറിച്ചെടുത്ത് തിന്നുമ്പോഴോ ഒരു പഴമെടുത്ത് കഴിക്കുമ്പോഴോ തോന്നുന്നത്? അല്ല. മാത്രമല്ല, സസ്യലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതും, അതായത് സസ്യത്തിന്റെ അനന്തര തലമുറ നിലനിൽക്കുന്നതിന് വേണ്ടി വരുന്നതിൽ എത്രയോ അധികമാണ്. ഉദാഹരണത്തിന്, ഒരു പ്ലാവിൽ ഒട്ടനവധി ചക്കയുണ്ടാകും. ഓരോ ചക്കയിലും ഉണ്ടാകും 100 കണക്കിന് കുരുക്കൾ. ഈ കുരുക്കളെല്ലാം ഭൂമിയിൽ വീണ് കിളിർത്ത് പ്ലാവായാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഭൂമിയിൽ പ്ലാവിന് നിൽക്കാൻ ഇടമുണ്ടാവില്ല. അതുകൊണ്ട് പ്ലാവിന്റെ തലമുറകൾ ആരോഗ്യകരമായി ഉണ്ടായി നിലനിൽക്കുന്നതിന് ആ കുരുക്കളിൽ വലിയൊരംശം നശിച്ചു പോകണം. അങ്ങനെ നശിക്കാനുള്ള കുരുക്കൾ മനുഷ്യരെടുത്ത് തിന്നുമ്പോൾ അതിൽ ഹിംസയുടെ അംശം വളരെ കുറവാണ്. ചക്കയുടെ തന്നെ ചുളകളുടെ കാര്യമെടുത്താൽ അത് മനുഷ്യനും ജന്തുക്കൾക്കും ആഹാരമാക്കാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. അതെടുത്ത് ഭക്ഷിക്കുന്നതിൽ ഒരു ഹിംസയുമില്ല. ഇതുപോലെ തന്നെയാണ് മറ്റനേകം ധാന്യങ്ങളും മരങ്ങളും ചെടികളും ഫലങ്ങളുമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സസ്യാഹാരം കഴിക്കുന്നതിൽ ഹിംസയുടെ അംശം വളരെ കുറവാണ്. അതിൽ തന്നെ കൂടുതൽ കുറവുണ്ട് താനും. ഒട്ടും ഹിംസയില്ലാത്തതാണ് പഴങ്ങൾ കഴിക്കുന്നത്, അതുപോലെ മരച്ചീനി കഴിക്കുന്നത്. മരച്ചീനിയുടെ കിഴങ്ങെടുത്ത് മനുഷ്യൻ ആഹരിക്കുന്നത് കൊണ്ട് അതിന്റെ അനന്തര തലമുറ നിലനിൽക്കുന്നതിൽ ഒരു തടസ്സവും സംഭവിക്കുന്നില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ജീവിവർഗത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ ഭക്ഷ്യവസ്തുവാക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അതിൽ തന്നെ ഹിംസയുടെ ഏറ്റക്കുറച്ചിലുണ്ട്. അതുകൊണ്ട് അഹിംസയെ ഒരു ജീവിതവ്രതമായി കരുതുമ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഹിംസയുടെ അംശം എത്രത്തോളമുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. ഹിംസയെ പരമാവധി കുറയ്ക്കാൻ നോക്കണം. ഏതു പരിധിവരെയുള്ള ഹിംസ ഒഴിവാക്കാനാവാത്തത് എന്ന തരത്തിൽ അംഗീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ട് അവിടെ ഒരു വരയിടണം. അതിനപ്പുറത്ത് പോകരുത്. ഇപ്പോൾ എനിക്ക് വ്യക്തമായി അറിവിനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ പാലിക്കേണ്ട ഒന്നാണ് അഹിംസാവ്രതം. ഇതുപോലെയുള്ള മറ്റു രംഗങ്ങളിലും ഇതേ അറിവിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. സാധിക്കും. അങ്ങനെയുള്ള ചിലത് അടുത്ത ആഴ്ച പറഞ്ഞു തരാം. നമ്മൾ പാഠം 20 അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.